കാസർകോട്ടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് പോയി ഈ വോട്ടുകൾ തള്ളാൻ വേണ്ടി നേരിട്ട് ആവശ്യപ്പെട്ടത്. വളരെ എന്താ പറയാ ശക്തമായി ആ ബി.ജെ.പിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി LCRന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് കർശനമായി നിയമം പാലിച്ച് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ, ഓൺലൈൻ വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് പരിഗണിക്കുന്നത് സത്യസന്ധമായിട്ടായിരിക്കും. ആളുകൾക്ക് നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ ആളുകൾ കിട്ടാത്തവർക്ക് വീടുകളിൽ പോയി നോട്ടീസ് പതിക്കും. അതിനുശേഷമേ ഇത്തരം വോട്ട് തള്ളലാണെങ്കിലും മറ്റു കാര്യങ്ങളായാലും സ്വീകരിക്കൂ എന്ന് എവിടത്തെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ സംഭവം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പം ബി.ജെ.പി അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിക്കാതെ പോയതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ 47,000 വോട്ട് പോയതും 38,000 വോട്ട് പോയതും ഓരോ നിയമസഭാ മണ്ഡലത്തിൽ ആരുടെ വോട്ടാണ് ഒഴിവാക്കപ്പെട്ടത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വടക്കൻ കേരളത്തിലൊക്കെ ഓരോ വീടാന്തരം കയറി ഇറങ്ങി കൃത്യമായ നിരീക്ഷണം നടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും മുൻപന്തിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ BLOമാർ അവർ വളരെ സത്യസന്ധമായിട്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ SIR ഇന്ത്യയിലാകെ നടപ്പിലാക്കുന്നത് സുതാര്യമാണെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ബീഹാർ മുമ്പിൽ തെളിവുണ്ട്, ഗുജറാത്ത് മുമ്പിൽ തെളിവുണ്ട്, ഓസ്ട്രേലിയൻ യുവതി പോലും ഇവിടെ നമുക്കറിയാമല്ലോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട സാഹചര്യമുണ്ട്. നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക 20 കൊല്ലത്തിനിടയ്ക്ക് ശുദ്ധീകരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് വിദേശികളൊക്കെ കടന്നുകൂടിയിട്ടുള്ള അവരെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സുതാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോ കേരളത്തിലെ ഈ SIRന്റെ ഈ പട്ടിക വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. നേരത്തെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്, ഈ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു മണ്ഡലത്തിൽ 1000 വോട്ട്, ചില സ്ഥലം 100 കണക്കിന് വോട്ടുകൾ മാറിയാൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ ബാധിക്കും. അപ്പൊ ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ കേരളക്കരയിൽ ഇപ്പോൾ വന്നിട്ടുള്ള SIRന്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാഹചര്യത്തെ വിലയിരുത്തുന്നത് ശരിയല്ല. അത് ബി.ജെ.പി കാണിച്ചിട്ടുള്ള മാൻ പ്രാക്ടീസ് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്, വോട്ട് ചോരിയാണ്, അതിനൊരു സംശയമില്ല. കേരളത്തെ കുറിച്ച്, തെക്കൻ കേരളത്തിലെ വോട്ട് നഷ്ടമായതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഏത് വിഭാഗത്തിന് വോട്ടാണ് പോയിട്ടുള്ളത്? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി മാർക്ക് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളിലാണ്. ആ മണ്ഡലങ്ങളിൽ ഒരു 5000 വോട്ട് അല്ലെങ്കിൽ 10,000 വോട്ട് മാറ്റപ്പെട്ടാൽ, തള്ളപ്പെട്ടാൽ അവിടെ റിസൾട്ട് മാറും. അപ്പൊ അത് ആരാണ് ചെയ്തത്, ആരൊക്കെയാണ് പുറത്തു പോയത്, ഇത് സത്യമായിട്ടാണോ എന്നുള്ളത് നമ്മൾ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നതാണ്. നോക്കൂ ശ്രീ MS വേണുഗോപാൽ, ഏറ്റവും കുറവ് വോട്ടർമാർ പുറത്തായ രണ്ടാം ഘട്ട SIR നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഏതാണ്ട് 3.22% പേർ പുറത്തായ സാഹചര്യം മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. അത്